ഇത് 2019 ആണ്. ഡീസൽ മാനുവലാണ് വണ്ടി വരുന്നത്. ഡീസൽ മാനുവൽ അല്ല, ഡീസൽ മാനുവലേ വരുന്നത്. എല്ലാ സെഗ്മെന്റും ഉണ്ട് അപ്പോൾ? എല്ലാം ഉണ്ട്, ഓട്ടോമാറ്റിക്കും ഉണ്ട്, മാനുവലും ഉണ്ട്, ഡീസലും പെട്രോളും ഉണ്ട്. ടോപ്പിനാണോ ഓപ്ഷൻ? ആസ്റ്റയാണ്. ഓപ്ഷനിലില്ല, ഓപ്ഷണൽ ഉണ്ടാവും. ഓപ്ഷനിലാണോ? അല്ല, ഇത് ആസ്റ്റയാണ്. ഞാൻ തൃശ്ശൂർ തൊട്ട് കോഴിക്കോട് വരെ ഓടിച്ചത്. 150 കിലോമീറ്റർ അല്ല? 100-150 കിലോമീറ്റർ വന്നിട്ടുണ്ടാവും. അതിൽ എനിക്ക് കാണിച്ചിട്ടുള്ളത് ക്ലസ്റ്ററിൽ കാണിച്ചതാണ്. അപ്പോൾ എന്തായാലും ഒരു 18ന്റെ മുകളിൽ മൈലേജ് എന്തായാലും കിട്ടും. ഉണ്ടാവില്ലല്ലോ തൃശ്ശൂർ. എത്രയായാലും കിലോമീറ്റർ കൂട്ടാം. അതെ, ഓക്കെ. അതിൽ എനിക്ക് 21.7 കാണിച്ചത്. അപ്പോൾ ഒരു 18, 18.5, 19 വരെ മൈലേജ് കിട്ടുമായിരിക്കും. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ ക്യാപ്സിൽ അനസിൻ്റെ കൂടെയാണ്. ഇന്നത്തെ വീഡിയോ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാങ്കാവ് തിരുവണ്ണൂരാണ്. ക്യാപ്സ് പ്രീ ഓൺഡ് കാർസ് അല്ലേ? അതെ. മിനി, അതായത് മിഡിൽ സെഗ്മെന്റ് കോമ്പാക്ട് SUV-കളാണ് ഇവിടെ കൂടുതലും ലഭ്യമായിട്ടുള്ളത്. മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് അതാണ്. അപ്പോൾ ഇന്നത്തെ സെഗ്മെന്റ് എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് കാണുന്നത് കൂടുതലും. അത് തന്നെയാണ്. 1-2 ഹാച്ച് ബാക്ക് വണ്ടികളുണ്ട്. പിന്നെ എന്നിരുന്നാലും ബാക്കിയുള്ളതൊക്കെ SUV ടൈപ്പ് വണ്ടികളാണ്. ഓക്കെ. എന്തായാലും അനസിനെ കുറേ കാലമായിട്ട് നമുക്കറിയാം, വീഡിയോ കാണുന്നവർക്കും അറിയാമെന്ന് കരുതുന്നു. അത്രേ ഉള്ളൂ. ഡീറ്റെയിൽ കണ്ടു നോക്കല്ലേ? എന്തായാലും സ്പെഷ്യൽ ഓഫർ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഓഫേഴ്സ് എന്തെങ്കിലും നടക്കുന്നുണ്ടോ? അതോ ഓഫേഴ്സ് ഇപ്പോൾ ഓൾറെഡി നമ്മൾ ന്യൂ ഇയർ ആയിട്ട് എല്ലാ വണ്ടികൾക്കും റേറ്റ് കുറച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് വണ്ടികൾ വന്നിട്ടുണ്ട്. മാക്സിമം കുറച്ച് കൊടുക്കാം എല്ലാത്തിനും. അത് തന്നെ വേണ്ടു, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മളെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ കയറി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് ആ ലിങ്ക് കയറി ഫോളോ ചെയ്താൽ വിട്ടുവരുത്. ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് കുത്തിപ്പൊട്ടിക്കാൻ മറന്നുകൊണ്ടാണ്. ഓക്കെ, വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ആദ്യം ഒരു കിയ സോണറ്റിൽ നിന്ന് തുടങ്ങാം. KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. അതെ, പറഞ്ഞു. ഇത് 2020 മോഡലാണ്. 21 രജിസ്ട്രേഷൻ. HTX-ൽ IMT ആണ് വണ്ടി വരുന്നത്. IMT പെട്രോൾ. IMT എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് വാഹനമാണ്. ക്ലച്ച് ഉണ്ടാവില്ല. നമുക്ക് നോർമലി ഗിയർ ലിവർ അവിടെ ഉണ്ടാവും. നമുക്ക് നോർമലി ഗിയർ മാറ്റും പോലെ ഗിയർ മാറ്റാം, മാനുവൽ മാറ്റും പോലെ തന്നെ മാറ്റാം നമുക്ക് ഗിയർ. പക്ഷേ ഓഫ് ആവത്തോ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. ക്ലച്ച് ചവിട്ടി കാല് കഴക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ. നമുക്ക് വേണ്ടപ്പോൾ പവർ കൂട്ടേണ്ടപ്പോൾ ഒന്ന് ഗിയർ ഡൗൺ ചെയ്യാം. ഇനി സ്പീഡ് പോകണമെങ്കിൽ ഗിയർ ടോപ്പിലേക്ക് കൊടുക്കാം, മാറ്റി പോവാം. ഓഫായി പോകുന്ന പ്രശ്നമേ വരത്തില്ല. അത്രയേ ഉള്ളൂ. HTX അല്ല, അത് ഫുള്ളിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. X+ എന്ന് പറയാൻ GT ലൈൻ ആണെങ്കിൽ വരിക. സൺറൂഫ് വരുന്നുണ്ട്. ഇന്നത്തെ വരുമ്പോൾ തന്നെ പിന്നെ ടച്ച് സ്ക്രീൻ, ബാക്ക് ക്യാമറ, ഡീഫോഗർ, ഫോഗ് ലാമ്പ് ഒക്കെ വരുന്നുണ്ട്. അലോയ്സ് അഡീഷൻ ചെയ്താണല്ലേ അവര്? ഓൾറെഡി അലോയിൽ വരുന്നുണ്ട്. അത് മാറ്റി അവര് ഒരു കുഴപ്പമില്ലാത്ത ടയേഴ്സും ഉണ്ട്, കുഴപ്പമില്ലാത്ത ടയർ ഭാഗങ്ങളുണ്ട്. പിന്നെ 2026 വരെ കമ്പനി വാറണ്ടി ഉണ്ട്. 21 രജിസ്ട്രേഷൻ വരുന്നല്ലേ? 21 രജിസ്ട്രേഷൻ ആണ്. 20 മോഡൽ 21 രജിസ്ട്രേഷൻ. അതുകൊണ്ട് 2 വർഷത്തെ അവർ എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തതാണ്. പുതിയ ചെയ്താണ്. കസ്റ്റമർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ പിന്നെ ഓടിയിട്ടുള്ളത് 26,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ലോ കിലോമീറ്റർ. അതെ, 21 ലോ കിലോമീറ്റർ അല്ല, നോർമൽ കിലോമീറ്റർ. അതിൽ ഫുൾ വാറണ്ടി 2026 വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുകയാണ്. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാറണ്ടിയിൽ ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. ധൈര്യമായിട്ട് എടുക്കാം. എങ്ങനെ എത്ര വയ്ക്കുന്നത്? 10,25,000. 2020 മോഡൽ 21 രജിസ്ട്രേഷൻ വാഹനം HTX ഓട്ടോമാറ്റിക് IMT ആണ്. 10,25,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതെ. ലോൺ എത്ര കയറും? ലോണൊക്കെ നമുക്കൊരു 9-9.5 എന്തായാലും ലോൺ കയറും. ഒരു 1 lakh ഒക്കെ ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഒരു 12, 14, 15 വരെയൊക്കെ മൈലേജ് പോകില്ല? എന്തായാലും 15 റേഞ്ച് എന്തായാലും കിട്ടും. ഓട്ടോമാറ്റിക് ആയ തന്നെ ഇത് നിങ്ങൾ കറക്റ്റ് സ്മൂത്ത് സ്പീഡിൽ ഓടിച്ചു പോവാണെങ്കിൽ അത്രയും സിറ്റിയിൽ തന്നെ 13 കിട്ടുന്നുണ്ട് അല്ലേ? 13-14 റേഞ്ച് കിട്ടുന്നുണ്ട്. അല്ല, മീറ്റർ കാണിക്കാൻ നോക്കണ്ട. മീറ്റർ കാണിക്കുന്നതിലും 1-1.5 കുറവായിരിക്കും. 1.5 ലിറ്റർ 2 കിലോമീറ്റർ കുറവായിരിക്കും. എങ്ങനെയായാലും ഓക്കെ. അടുത്ത വണ്ടി, രണ്ടാമത്തെ വാഹനവും കിയ തന്നെയാണ്. കിയ സെൽറ്റോസ് KL13 കണ്ണൂർ രജിസ്ട്രേഷനിൽ. അതെ, പറഞ്ഞോളൂ. ഇത് 2019 മോഡലാണ്. GTX സെറ്റും ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. 360 ക്യാമറ, പിന്നെ സൺറൂഫ്, വെന്റിലേഷൻ സീറ്റ് എല്ലാം വരുന്ന മോഡലാണ്. ഇതിൻ്റെ കിലോമീറ്റർ 12,000 ഓടിയിട്ടുള്ളൂ. 2019 വണ്ടി അല്ല, വളരെ കുറവാണ്. വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഡീസൽ പെട്രോളാ? ഓക്കെ. പെട്രോള് 12,000 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇതിന് ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. 19 എന്ന് പറയുമ്പോൾ 24 വരെ ഇല്ല, വാറണ്ടി ഇല്ല. 2022 വരെ വാറണ്ടി ഉള്ളൂ. എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. കാരണം വലിയ ആൾ ഇവിടെ ഉള്ള എല്ലാവരും പുറത്തായിരുന്നു, വലിയ യൂസിങ് ഒന്നുമില്ല. അതുകൊണ്ട് ഒരു വാറണ്ടി ഒന്നും എടുത്ത് വെച്ചിട്ടില്ല. ഓക്കെ. വളരെ ലോ കിലോമീറ്റർ ഓടിയ 12,000 മാത്രം ഓടിയ GT ലൈൻ
അത്രയേ ഉള്ളൂ. നല്ല ക്ലീൻ പീസ് വണ്ടി അല്ലേ? പക്ക നീറ്റ് വണ്ടിയാണ്. എൻ്റെ ടയേഴ്സൊക്കെ പിന്നെ അത്ര ഓടിയ ഫസ്റ്റ് ടയറാണ്, 2000 ഓടിയ ടയറാണ്. ഒരു ടയർ എന്ന് വെച്ചാൽ ആവറേജ് ലൈഫ് നമ്മൾ പറയുകയെന്ന് വെച്ചാൽ മര്യാദയ്ക്ക് ഓടിച്ച് പോയാൽ ഒരു 40,000 മുതൽ 50,000 കിലോമീറ്റർ വരെയൊക്കെയാണ് ഒരു ടയറിൻ്റെ നോർമൽ ലൈഫ് പറയുക. നോർമൽ കമ്പനികൾ, ചില കമ്പനികൾ എന്ന് വെച്ചാൽ കുറച്ചും കൂടി ലൈഫ് കിട്ടും. അതെ, ചിലത് ഇനി അത് റഫായിട്ട് ഓടിക്കുകയാണെങ്കിൽ അതിൽ കുറഞ്ഞു പോകും. അതൊരു 30,000-ലോ 35,000-ലൊക്കെ തീർന്നു പോകും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം ഇത് ഊഹം എടുക്കാം, 12,000 ഓടിയിട്ടുള്ളൂ. ബാക്കി ഇനി അത്ര ഓടാനുണ്ട്. ഒരു 50,000 ഓടുകയാണെങ്കിൽ നോക്കി കൊണ്ട് ഓടിച്ചാൽ അത്രയും കിട്ടും അല്ലേ? ഓക്കെ. ഒരു ടയറിന് ചിലപ്പോൾ മാറണമെങ്കിൽ എത്ര വരും? 6,000 വരുമോ? എന്തായാലും 6,000-7,000 രൂപ എന്തായാലും വരും ഒരു ടയറിന് വരും. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കാം. എത്ര കൊടുക്കാം? ഇതിപ്പോൾ നമ്മൾ റേറ്റ് വയ്ക്കുന്നത് 13,75,000. 2019 GT ലൈൻ അല്ലേ? 12,000 കിലോമീറ്റർ മാത്രം ഓടിയ 2019 GT ലൈനാണ്. അതെ. ഓക്കെ. ലോണ് നമുക്കൊരു 12,000 രൂപ ലോൺ ചെയ്യാൻ പറ്റും, ചെയ്ത് കൊടുക്കാം. ഓക്കെ. മാക്സിമം ലോണും കിട്ടുന്നൊരു വാഹനം. മൈലേജ് 15 വരെ മാക്സിമം കണ്ടാൽ മതി അല്ലേ? മാക്സിമം അത്രയും കണ്ടാൽ മതി. അതിൻ്റെ ഉള്ളിലായിട്ട് കിടക്കും. കിയ സെൽട്ടോസ്, KL7 രജിസ്ട്രേഷൻ കിയ സെൽട്ടോസ് ആണ്. എറണാകുളം വണ്ടിയാണ്. പറഞ്ഞോളൂ എങ്ങനെ കാര്യങ്ങൾ. ഇത് 2020 മോഡലാണ്. HTX ആണ് വരുന്നത്. അതായത് സൺറൂഫ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഇതിൻ്റെ മേലെ പ്ലസ് എന്ന് വെച്ചാൽ GT ലൈനാണ്. അതല്ല അതിൻ്റെ തൊട്ട് താഴെ വെന്റിലേഷൻ സീറ്റൊന്നും വരില്ല. പക്ഷെ ആളെ പറ്റിക്കാൻ വേണ്ടി അതേ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ വിചാരിക്കാം വെന്റിലേഷൻ സീറ്റ് ഉണ്ട്. ഓക്കെ, പറഞ്ഞോളൂ. ഇത് 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പാണ്. അതേപോലെ തന്നെ കമ്പനി സർവീസ്, വാറണ്ടി എല്ലാം ഉള്ള വണ്ടിയാണ്. ഓക്കെ. പിന്നെ റേറ്റ് നമ്മൾ ചോദിക്കുന്നത് 13 ലക്ഷം രൂപ. 13 ലക്ഷം രൂപയ്ക്ക് 2020 സെൽട്ടോസ് HTX നിങ്ങൾക്ക് സ്വന്തമാക്കാം. മാനുവലാണ്, പെട്രോൾ വണ്ടിയാണ്. അതെ. ഏകദേശം എത്ര മൈലേജ് കിട്ടും? മൈലേജ് ആക്ച്വലി ഇത് ഞാൻ ഓടിച്ചു കൊണ്ടതാണ്. ഈ ക്ലസ്റ്ററിൽ 21.7 കിട്ടിയിട്ടുണ്ട്. എത്ര കിലോമീറ്ററിലാണ് കാണിച്ചു? എത്ര കിലോമീറ്റർ ഓടിക്കുമ്പോൾ ആ ഒരു ആവറേജ്? ഞാൻ തൃശ്ശൂർ തൊട്ട് കോഴിക്കോട് വരെ ഓടിച്ചത്. 150 കിലോമീറ്റർ അല്ല? 100-150 കിലോമീറ്റർ വന്നിട്ടുണ്ടാവും. അതിൽ എനിക്ക് കാണിച്ചിട്ടുള്ളത് ക്ലസ്റ്ററിൽ കാണിച്ചതാണ്. അപ്പോൾ എന്തായാലും ഒരു 18ന്റെ മുകളിൽ മൈലേജ് എന്തായാലും കിട്ടും. 150 ഉണ്ടാവില്ലല്ലോ തൃശ്ശൂർ. എത്രയായാലും 120 കിലോമീറ്റർ കൂട്ടാം. അതെ. ഓക്കെ. അതിൽ എനിക്ക് 21.7 കാണിച്ചത്. അപ്പോൾ ഒരു 18, 18.5, 19 വരെ മൈലേജ് കിട്ടുമായിരിക്കും. അത്രയും കാണിച്ചിട്ടുണ്ട്? അത്രയും കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഫോണിൽ. അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ട്. അതെന്തായാലും കിട്ടും ചെയ്യും. ചെറിയ ഷോർട്ട് പീരീഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സംശയിക്കണം. കണ്ടിന്യൂസ് തൃശ്ശൂർ മുതൽ കോഴിക്കോട് വരെ ആ ഒരു മൈലേജ് മീറ്റർ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആവറേജ് ഒരു 17-18 കിട്ടും. പ്രതീക്ഷിക്കാം. അവനൊക്കെ നോക്കി ഓടിച്ച് വന്നായിരിക്കും അല്ലേ? അല്ല, ഒന്നാമത് നൈറ്റ് ആയിരുന്നു. അപ്പോൾ കുറച്ച് ഫ്രീ ഡ്രൈവ് ആയിട്ട് കിട്ടിയത്. അത് തന്നെ, ഒരു സ്മൂത്ത് ഓടിച്ച് അലമ്പ് ഡ്രൈവ് കാണുന്നില്ലല്ലോ അല്ലേ? ഓക്കെ. അത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ മാക്സിമം ലോണും കയറുമല്ലേ? മാക്സിമം ലോണും കയറും. ഓക്കെ, ചെയ്ത് കൊടുക്കാം. അടുത്ത വണ്ടി ക്രെറ്റ വന്നു. KL 33 രജിസ്ട്രേഷൻ ക്രെറ്റയാണ്. വീണ്ടും ഒരു ക്രെറ്റ അപ്പുറത്തുണ്ടെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചാണ്. കാണിക്കണ്ട. ഓക്കെ. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2020 മോഡൽ ഓട്ടോമാറ്റിക് SX ആണ് വണ്ടി വരുന്നത്. പിന്നെ പെട്രോള്, സിംഗിൾ ഓണർ, ഓട്ടോമാറ്റിക് SX അല്ല? സിംഗിൾ ഓണർ അല്ല, സെക്കൻഡ് ഓണർ. ഏതാ വരുന്നത്? 80 ആണോ വരുന്നത്? ഗിയർ ബോക്സ് 80 വരുന്നത് ഓട്ടോമാറ്റിക്. ഓക്കെ. പിന്നെ പാനോരമിക് സൺറൂഫും കാര്യങ്ങളും എല്ലാം വരുന്ന വണ്ടിയാണ്. പിന്നെ 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. നമ്മൾ റേറ്റ് വയ്ക്കുന്നത് 14,85. 2020 വണ്ടി അല്ല? അതെ. 14,85,000 രൂപയ്ക്ക് പെട്രോൾ. ഡീസൽ അന്നേരം ഇല്ലാന്ന് തോന്നുന്നു. ഡീസൽ ഉണ്ടല്ലോ, ഇപ്പം ഉണ്ട്. എന്തായാലും അന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഓക്കെ. ഡീസൽ ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ടാവും. ഡൗട്ടാച്ച്. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. പെട്രോൾ വാഹനമാണ്. മൈലേജ് ഷോർട്ടായിരിക്കും ഓട്ടോമാറ്റിക് ആയതുകൊണ്ട്. മൈലേജ് എന്നാലും ഇപ്പോഴത്തെ ക്രെറ്റൊക്കെ അത്യാവശ്യം വരുന്നില്ലേ പഴയതായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്? എനിക്കറിയില്ല കറക്റ്റ്. എനിക്ക് തോന്നുന്നു ഒരു 15 റേഞ്ചൊക്കെ കിട്ടുന്നുണ്ട്. ഒരു മിനിമം നിങ്ങളൊരു 11 മുതൽ ഒരു 14 വരെ പ്രതീക്ഷ. അതാണ് ഞാൻ പറയുന്നത്. അത്ര ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ. വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടാവില്ല? കമ്പനി വാറണ്ടി കഴിഞ്ഞു. പിന്നെ നമ്മുടെ വാറണ്ടി ഉണ്ടാവും. 1 ഇയർ എഞ്ചിൻ എന്തായാലും കൊടുക്കുന്നുണ്ട്. വാറണ്ടി ഉണ്ട്. ഓക്കെ. എത്രയാണ് പറഞ്ഞത്? 14,85. 14,85,000 രൂപയ്ക്ക് 2020 ഓട്ടോമാറ്റിക് ക്രെറ്റ SX പ്ലസ് അല്ല ഓപ്ഷൻ? SX ആണ്. സ്വന്തമാക്കാം. ഓക്കെ. സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. ഒരു 13.5 ലോൺ കിട്ടും? കിട്ടും. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഒരു 90-95% നമുക്ക് എന്തായാലും ലോൺ ചെയ്ത് കൊടുക്കാം. ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്തത് ന്യൂ ഷേപ്പ് i20 ആണ്. KL7 എറണാകുളം രജിസ്ട്രേഷനുള്ള വാഹനമാണ്. അതെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2021 മോഡല് പെട്രോൾ ടെർബോ എഞ്ചിനിൽ IMT ആണ് വരുന്നത്. ടെർബോ ആണ്. ടെർബോ ആണ്. ഇത് IMT നമ്മൾ സോണറ്റിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ സെയിം മെത്തേഡാണ് ഇതിലും വരിക. ഗിയർ ഉണ്ടാവും, ക്ലച്ച് ആണ്. അതെ. ആ റേഞ്ചാണ്.
പിന്നെ സിംഗിൾ ഓണർഷിപ്പാണ്, 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതും 2026 വരെ വാറണ്ടി ഉണ്ട്. അണ്ടർ വാറണ്ടി ആണല്ലേ. ഹ്യുണ്ടായി 5 വർഷം കൊടുക്കുന്നുണ്ട്. എക്സ്റ്റെൻഡ് ഇത് 3 വർഷത്തേക്കാണ് കൊടുക്കുന്നത്. ഇപ്പോൾ കിയ ആണെങ്കിലും 3 വർഷത്തേക്കാണ്, അത് അവർ എക്സ്റ്റെൻഡ് ചെയ്തതാണ്. എക്സ്റ്റെൻഡ് ചെയ്തതാണ്. അതെ. കിയ 3 ഉള്ളൂ, 4 വർഷം കൊടുക്കുന്നു. ഇല്ല, 3 വർഷം ഇപ്പം കൊടുക്കുന്നുണ്ട്. എം ജി ആണെന്ന് തോന്നുന്നില്ല, 4 വർഷം. എം ജി 5 വർഷം കൊടുക്കും. 5 വർഷം കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. ടോപ്പിലാണോ ഓപ്ഷൻ? ഇത് ആസ്റ്റയാണ്. ഓപ്ഷനിലില്ല, ഓപ്ഷണൽ ഉണ്ടാവും. ഓപ്ഷനിലാണോ? അല്ല, ഇത് ആസ്റ്റയാണ്. ഓക്കെ, ഇതിൽ തന്നെ ഓൾമോസ്റ്റ് ഓപ്ഷൻസ് ഉണ്ട്. സ്ക്രീന്, ക്യാമറ, ഓൾമോസ്റ്റ് ഓപ്ഷൻസ് ഉണ്ട്. ചെറിയ മാറ്റമില്ല. സൺറൂഫ് വരില്ല, എയർ ബാഗിനാണ് കുറച്ച് കുറയും. ഒന്ന് കുറയും, രണ്ടാളും കുറയും. ഒന്ന് പറയും, 2 പറയും, 4 പറയും. ഓക്കെ, പ്രൈസിങ് എങ്ങനെയാണ്? റേറ്റ് വരുന്നത് 7,90,000. 7,90,000 ആസ്റ്റ 2021 വരുന്നല്ലേ. 2021 ആസ്റ്റ IMT ആണ് കേട്ടോ. IMT ഓട്ടോമാറ്റിക് ആണ്, മറന്നുകൊണ്ട മാനുവലല്ല. ഓക്കെ, ലോണും നമുക്കൊരു 7 ലക്ഷം റുപ്യക്ക് ലോൺ കയറും, ചെയ്യാൻ പറ്റും. ഓക്കെ, i20 പെട്രോള് ടർബോ ആണ്. അതെ, ഒരു മൈലേജ് ഉണ്ട്, 16-17 മൈലേജ് കിട്ടുന്നുണ്ട്. അത്രയൊക്കെ പോകണം അല്ലെങ്കിൽ കിട്ടും. സ്ട്രേറ്റ് റോഡ് കൺഫേം ആയിട്ട് കിട്ടുന്നുണ്ട്. കൺഫേം ധൈര്യമായിട്ട്. ഓക്കെ. MG ഹെക്ടർ KL 59 കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷൻ വാഹനമാണ്. ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ വാഹനങ്ങളും ഇങ്ങനെ ആയി വരുന്നുണ്ട് അല്ലേ? എല്ലാം ആയി വരുന്നുണ്ട്. MG ഹെക്ടർ, ക്രെറ്റ. എങ്ങനെയാ? ഇത് 2019 മോഡലാണ്. ഓട്ടോമാറ്റിക് DCT പെട്രോൾ ആണ് വരുന്നത്. ഓക്കെ, 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. 70,000 2019 പെട്രോൾ DCT ആണ്. പല ഡ്രൈവ് മോഡുകളും വരുന്നുണ്ട് അല്ലേ? അതെ. ഓക്കെ, പിന്നെ സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. റേറ്റ് 13,75. 13,75,000 രൂപയ്ക്ക് 2019. ഇത് ടോപ്പിൻ്റെ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഷാർപ്പ്, പനോരമിക് സൺറൂഫും 360 ഡിഗ്രി ക്യാമറ എല്ലാം വരുന്ന വണ്ടിയാണ്. ഓക്കെ, ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ്. അപ്പോൾ താല്പര്യം കോൺടാക്ട് ചെയ്യും. ഇവർ ഒരുപാട് MG കൊടുത്തിട്ടുണ്ട്. എങ്ങനെ MGയെ പറ്റിയുള്ള ഒരു പൊതുവെയുള്ള ഒരു അങ്ങനെ വെച്ചാൽ നമുക്ക് ഇതുവരെ നെഗറ്റീവായിട്ട് ഒന്നും വന്നിട്ടില്ല. പിന്നെ മൈലേജ് കുറവാണ് പെട്രോളിന്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മൈലേജ് കുറവാണ്. പിന്നെ ഒരു 7 തൊട്ടിട്ട് ഒരു 12 വരെ മാക്സിമം കിട്ടും. സ്ട്രേറ്റ് റോഡ് 7 മുതൽ 12 വരെ കിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഒരു പരിധി വരെ കസ്റ്റമേഴ്സിന് നമ്മൾ 7, 8, 9 നമ്മൾ ഫീഡ്ബാക്ക് വിളിച്ച് നോക്കുന്ന കസ്റ്റമർ, പിന്നെ ഓരോക്കെ അത് എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ് എടുക്കുന്നത്. അതത്രേ ഉള്ളൂ, ഞാൻ ചോദിക്കാണ്. അതെ. അപ്പോൾ അത്രേ ഉള്ളൂ. ലോണോ ഒരു 12-12 കിട്ടും. 13 വരെ കിട്ടും. നല്ല പ്രൊഫൈലാണ്, 13 വരെ ലോണ് കിട്ടും. ആയിക്കോട്ടെ, ഒരു 95%. ഓക്കെ. ഒരു വൈറ്റ് ഹെക്ടർ നമ്മൾ കണ്ടു, ബ്ലാക്കിലേക്ക് വന്നു. KL 33 രജിസ്ട്രേഷൻ. ന്യൂസ് പേപ്പറൊക്കെ എങ്ങനെ ഇവിടെ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വാഹനം. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഇട്ടേക്കാണ്. അപ്പോൾ നമ്മളത് ഒറിജിനാലിറ്റി അങ്ങനെ തന്നെ കാണട്ടെ. അങ്ങനെ തന്നെ കണ്ടോട്ടെ. പറഞ്ഞോളൂ എങ്ങനെ കാര്യങ്ങൾ. ഇത് 2020 മോഡലാണ്. 10ാം മാസം വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്, ഓട്ടോമാറ്റിക് പെട്രോള്, ഷാർപ്പ് ഓപ്ഷൻ. അതെ, നമ്മൾ ഫസ്റ്റ് കണ്ടത് നേരത്തെ ഷാർപ്പ് തന്നെയാണ്. ഓട്ടോമാറ്റിക്. അത് 19 മോഡൽ, ഇത് 20 മോഡൽ. ആ ഡിഫറൻസേ ഉള്ളൂ. ഓക്കെ, പിന്നെ വാറണ്ടി ഒക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിപ്പം 24 9ാം മാസം വരെ ആയിട്ട് വാറണ്ടി. 25 10ാം മാസം വരെ വാറണ്ടി. ഓക്കെ, അപ്പോൾ നല്ലൊരു ഓട്ടോമാറ്റിക് MG ഹെക്ടർ വീണ്ടും വന്നിരിക്കുകയാണ്. മൈലേജ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ 7 മുതൽ 12 വരെ. ഓക്കെ, എത്ര കൊടുക്കാൻ പറഞ്ഞോളൂ. ഇത് കിലോമീറ്റർ 18,000 ഓടിയിട്ടുള്ളൂ. റേറ്റ് ചോദിക്കുന്നത് 15,65. 15,65,000 രൂപയ്ക്ക് 2020 10ാം മാസം. അതെ, സ്വന്തമാക്കാം. MG ഹെക്ടർ ഒരു 14 ലക്ഷം 14,500 ആയിട്ട് കിട്ടും. 14,500 കിട്ടും. ഇതൊക്കെ 14ന്റെ മുകളിലേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബാങ്കർ ITR ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ എത്രയാണ് മുകളിൽ ITR ചോദിക്കുന്നുണ്ട്? 13.5ന്റെ മുകളിലോ അങ്ങനെ എന്തോ. 13.5ന്റെ മുകളിൽ ITR ചോദിക്കുന്നുണ്ട്. ITR എന്ന് വെച്ചാൽ ITR ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ മുകളിൽ ലോൺ കിട്ടും. അല്ലെങ്കിൽ ഹൈ പ്രൊഫൈല് അങ്ങനത്തെ എന്തൊക്കെയാണ് ക്രൈറ്റീരിയ ആണ് ഉള്ളത്. ഓക്കെ, MG ഹെക്ടർ മൂന്നാമത്തെ MG ഹെക്ടറാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു വൈറ്റ് കണ്ടു, ഒരു ബ്ലാക്ക് കണ്ടു, ഒരു റെഡിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് KL 41 ആലുവ രജിസ്ട്രേഷനാണ്. ആലുവ പുഴയുടെ തീരത്ത് 2019 ഫ്ലഡ് ഉണ്ടായിരുന്നോ? ഇല്ല അല്ലേ? ആലുവയിൽ ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ 8ാം മാസം, 9ാം മാസം. ഇത് 9ാം മാസമാണ്. അങ്ങനെ ഇല്ല, ആലുവയില്ല, 19 ഇല്ല. പറഞ്ഞോളൂ എങ്ങനെ കാര്യങ്ങൾ. ഇത് 2019 ആണ്. ഡീസൽ മാനുവലാണ് വണ്ടി വരുന്നത്.
ഡീസൽ മാനുവൽ അല്ല, ഡീസൽ മാനുവൽ വരുന്നത് എല്ലാ സെഗ്മെന്റും ഉണ്ട്. അപ്പോൾ എല്ലാം ഉണ്ട്, ഓട്ടോമാറ്റിക്കും ഉണ്ട്, മാനുവലും ഉണ്ട്, ഡീസലും പെട്രോളും ഉണ്ട്. ഡീസലും ഉണ്ട്, പെട്രോളും ഉണ്ട്. ഡീസലിലേക്ക് വരുമ്പോൾ അത്യാവശ്യം മൈലേജ് കിട്ടും അല്ലേ? 16-17 മൈലേജ് പറയുന്നുണ്ട്. കയറും. ഓക്കെ, അതാണ് ഡീസലിൻ്റെ ഒരു ഗുണം. അതെ, മറ്റേ നമ്മൾ പറഞ്ഞിരുന്നു 7 മുതൽ 12 വരെയൊക്കെ കിട്ടത്തുള്ളൂ. ഓക്കെ, പറഞ്ഞോളൂ. ഇത് 63,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇത് 13,85 ചോദിക്കുന്നുള്ളൂ. അതിന് ഓൾമോസ്റ്റ് ലോണും കിട്ടും. ഇത് ഷാർപ്പാ? ഷാർപ്പ് ഏറ്റവും ഓപ്ഷൻ, ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. ടോപ്പൻ ആണ്, ഏറ്റവും ടോപ്പ് എൻഡ്. 2019 ഷാർപ്പ് 13,85,000. ഓക്കെ, അതന്നെ ഓൾമോസ്റ്റ് ലോണും കിട്ടും കേട്ടോ. ഏകദേശം ഫുൾ ലോണിന് ചാൻസ് 13-13.15 ലോണും കിട്ടും. അപ്പോൾ കമ്പാരിസൺ വരുന്നത് വെച്ചാൽ പെട്രോൾ ഒരു മൈലേജ് ആണ് മെയിനായിട്ട് കമ്പാരിസൺ വരുന്നത്. അതെ, അതൊരു നല്ല രീതിയിൽ മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ ഡീസൽ ഓട്ടോമാറ്റിക് ചില കസ്റ്റമേഴ്സ് വിളിച്ച് ചോദിക്കാറുണ്ട്. ഡീസൽ ഓട്ടോമാറ്റിക് വരുന്നില്ല. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് പറയണമെന്ന് വിചാരിച്ചു. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ഒരു i20 തന്നെ, ന്യൂ ഷേപ്പ് തന്നെയാണ്. പക്ഷേ ഇത് ടർബോ അല്ല, ബാഡ്ജിങ് ഇല്ല. KL 34 രജിസ്ട്രേഷനുള്ള i20 ആണ്. പറഞ്ഞോളൂ എങ്ങനെയാണ്? ഇത് 2022 മോഡൽ, 23 രജിസ്ട്രേഷൻ വരുന്നത്. സ്പോർട്സ് മാനുവലാണ് വണ്ടി വരുന്നത്. 23 ഏതാ മാസം? 3 മാസം അല്ല, 3 മാസം, മാർച്ചാണ് വരുന്നത്. അപ്പോൾ ഒരു വർഷം ആയിട്ടില്ല രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട്. ആയിട്ടില്ല, ഇനിയും 2 മാസം ഉണ്ട്. 2 മാസം ഉണ്ട്. അത് 2026 വരെ വാറണ്ടി ഉണ്ട് വണ്ടിക്ക്. ഓക്കെ, പിന്നെ സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ് ഹിസ്റ്ററി എല്ലാം ഉണ്ട്. ഇപ്പം കുറേ പേര് കമന്റ് ചെയ്യുന്നുണ്ടാവും, ടൈപ്പ് ചെയ്യുന്നുണ്ടാവും, എന്താണ് എന്തുകൊണ്ട് ഇവർ ഈ വണ്ടി ഇത്ര പെട്ടെന്ന് കൊടുത്തു, എന്തോ കംപ്ലൈന്റ് ഉണ്ട്. ഇല്ല, സ്വാഭാവികമായിട്ടുള്ള ഒരു സംശയമാണ്. പക്ഷേ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. 2026 വരെ വാറണ്ടി ഉണ്ട്, കമ്പനി വാറണ്ടി. ചിലർക്ക് എടുത്തിട്ട് എന്താ പറയാ, എടുത്തതിന് ശേഷം വണ്ടി ഇഷ്ടപ്പെടാണ്ടിരിക്കും. അല്ലെങ്കിൽ എടുത്തതിന് ശേഷം എന്തെങ്കിലും ഫിനാൻഷ്യൽ ഇഷ്യൂസ് വരും, ചിലർ അപ്ഗ്രേഡ് ചെയ്യും, അല്ലെങ്കിൽ ചിലവർ എടുത്തിട്ട് ഇത് പോരാ ഒന്നും കൂടി മാറ്റി വാങ്ങണം, അങ്ങനത്തെ ചിന്തകളുണ്ടാവും. പല കാരണം കൊണ്ടാണ്. ടെക്നിക്കൽ സൈഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ വാറണ്ടിയോ എല്ലാം വരുന്നത് കവേർഡാണ്. നിങ്ങൾക്ക് ഹിസ്റ്ററി എടുക്കാം, ചെക്ക് ചെയ്യാം, ഫിസിക്കലി നോക്കാം, ടെസ്റ്റ് ഡ്രൈവ് അടിക്കാം, എല്ലാം ചെയ്ത് നോക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞോ എങ്ങനെയാണ്? ഇത് കസ്റ്റമർ വണ്ടിയാണ്, പാർക്കിംഗ് സൈഡിൽ വെച്ചിട്ടുള്ളതാണ്. 7,75,000 അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അവർക്ക് കൊടുക്കണം, അപ്പോൾ നിങ്ങൾക്ക് കൊടുക്കണ്ട. നമുക്ക് തരുമല്ലോ സ്നേഹം, പിന്നെ ബ്രോക്കറേജും ഒക്കെ തരുമല്ലോ. 7,75,000 ആസ്കിംഗ് ആണ്. 2022 മോഡൽ, 23 3 മാസം രജിസ്ട്രേഷൻ വരുന്ന i20. ഓപ്ഷൻ ഏതിൽ? ഇത് സ്പോർട്സ് ആണ്. ആസ്റ്റ ഓപ്ഷണൽ, ആസ്റ്റ അതിൻ്റെ തൊട്ട് താഴെയുള്ള ഓപ്ഷനാണ്. ഓക്കെ, അലോയ്സ് വരില്ല, പക്ഷേ വീൽ കപ്പ് അതുപോലെ ഉണ്ടാവും. വീൽ കപ്പ് അലോയിൽ ലുക്കിലാണ് ഉണ്ടാവുക. ബാക്കി ഓൾമോസ്റ്റ് ഓപ്ഷൻസ് ഉണ്ട് വണ്ടിയിൽ. ഒരു 6,600 ലോൺ വരും. കയറും. 6,600 എന്തായാലും ലോൺ കയറും. 85-90% ലോൺ കയറും. അണ്ടർ വാറണ്ടിയുള്ള വാഹനമാണ്. അതെ, ഒന്നും നോക്കാനില്ല. കറക്റ്റ് അല്ല, ഒന്നും നോക്കാനില്ല. നമ്മൾ പലതും പറയും, നോക്കിക്കോ. എന്നാലും കമ്പനി കൊണ്ടുപോയി നോക്കിയോ. ഇനി ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കേണ്ട. പോളോ ആണ്, KL 59 രജിസ്ട്രേഷനാണ്. കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷനാണ് വരുന്നത് അല്ലേ? പറഞ്ഞോളൂ എങ്ങനെ? ഇത് 2017 മോഡൽ, 18 രജിസ്ട്രേഷൻ. കംഫർട്ട് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ്. അതായത് അലോയിലൊക്കെ എക്സ്ട്രാ ഉണ്ടാവും. ഓക്കെ. പിന്നെ ഈ ഡിഫോഗർ, കംഫർട്ട് ലൈനിൽ യഥാർത്ഥത്തിൽ അലോയ്സ് വരില്ല, പക്ഷേ ഈ പ്ലസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് വരുന്നത്. ഡാഷ് ക്യാം ഒക്കെ ചെയ്തിട്ടുണ്ട്. ഡാഷ് ക്യാം, ഫ്രണ്ട് ക്യാമും ഉണ്ട്, ബാക്ക് ക്യാമും ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഡിഫോഗർ, ബാക്ക് വൈപ്പർ എല്ലാം വരുന്നുണ്ട് വണ്ടിയിൽ. 18 മോഡൽ 19 രജിസ്ട്രേഷൻ. 17 മോഡൽ 18 മോഡൽ 18. ഓക്കെ, പെട്രോളാണ്, സിംഗിൾ ഓണർഷിപ്പ്, 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 70,000, ചെറിയൊരു ഓട്ടോ കൊടുത്തത്. അതെ, ഓക്കെ. ഫുള്ളും കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫുൾ ഹിസ്റ്ററി ഉണ്ടല്ലോ? ഫുൾ ഹിസ്റ്ററി ഉണ്ട്. ഓണർഷിപ്പ് എത്രയുള്ള? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ പോളിഷ് ചെയ്ത് കൊടുക്കത്തില്ല? ഒക്കെ ചെയ്ത് കൊടുക്കും. ഒന്നും ചെയ്തിട്ടില്ല, പോളിഷ് ചെയ്യാണ്ട് ഒക്കെ വൃത്തിയാക്കാണ്ട് അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും. ഓക്കെ, പിന്നെ വാഷ് ചെയ്തിട്ടാ പോലാണ്? അതെ, വാഷ് ചെയ്തിട്ടേ ഉള്ളൂ. ഒന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രം അടുത്തുള്ളോട്ട് കയറ്റിയതാണ്. ഇപ്പോൾ 5,85,000 നമ്മൾ ചോദിക്കണം. 17 മോഡൽ 18 രജിസ്ട്രേഷൻ, കംഫർട്ട് ലൈൻ പ്ലസ് ആണ്. 5,85,000 രൂപയ്ക്ക് അല്ലേ? അതെ, 70,000 രൂപ വണ്ടി. ഓക്കെ, 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വരിക. ഒരു 13, 14, 15 ആ റേഞ്ച് മൈലേജ് കിട്ടും. അതെ. ഓക്കെ, ഈ പോളോ പെട്രോൾ ഇപ്പം കുറെ അത്യാവശ്യം കോള് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക്. അതുകൊണ്ട് അതിലെല്ലാവരും ചോദിക്കുന്നത് മെയിൻ്റനൻസിനെ പറ്റിയില്ല. പോളോ പെട്രോളിന് വലിയ മെയിൻ്റനൻസ് ഒന്നുമില്ല, ഡീസലിന് മെയിൻ്റനൻസ് കൂടുതൽ. പെട്രോൾ നമ്മൾ സാധാ പെട്രോൾ വണ്ടി കൊണ്ടു നടക്കുമ്പോൾ തന്നെ കൊണ്ടു നടക്കാം. പിന്നെ ഇതിന് എന്തെങ്കിലും പാർട്സ് ഒക്കെ മാറാൻ വന്നിട്ടുണ്ട്, പോളോന് ചാർജ് കൂടും. മെയിൻ്റനൻസ് അല്ല, ചാർജ് കൂടും. അങ്ങനെ എന്തെങ്കിലും പാർട്സ് നിങ്ങൾ ഡോർ ഹാൻഡിലോ അല്ലെങ്കിൽ മോട്ടറോ അങ്ങനെ എന്തെങ്കിലും മാറുന്നുണ്ടെങ്കിൽ, ഹെഡ്ലൈറ്റ് എന്തെങ്കിലും മാറുന്നുണ്ടെങ്കിൽ നല്ല പൈസ വരും. ഫോക്സ് വാഗൺ സാധനം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം.
സ്കോഡ കുഷാക്ക് ഒരു കോമ്പാക്ട് SUV KL 59 കണ്ണൂർ തളിപ്പറമ്പ്. 59 ഇന്ന് കുറച്ച് കണ്ടല്ലോ. 2-3 വണ്ടി ഉണ്ട് ഇവിടെ കണ്ടു. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ ഇത്? ഇത് 2021 മോഡൽ 22 രജിസ്ട്രേഷൻ വരുന്നത്. പെട്രോള്, എംബീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ, സെക്കൻഡ് ഓണർ. എംബീഷൻ മിഡിൽ ഓപ്ഷൻ അല്ല? മിഡിൽ ഓപ്ഷൻ. അലോയിൽ സ്ക്രീന്, ക്യാമറ എല്ലാം ഉണ്ടാവും. സൺറൂഫ് ഉണ്ടാവില്ല. ഏതാ ഡിഫറൻസ്? 1 ലിറ്റർ ടർബോ എഞ്ചിൻ. 21 മോഡൽ 22 രജിസ്ട്രേഷൻ അല്ല? അതെ. ഓക്കെ, രജിസ്ട്രേഷൻ 1 മാസം തന്നെയാണ്. 1 മാസം 1 തീയതി തന്നെ രജിസ്ട്രേഷൻ 1 1/1/2022 രജിസ്ട്രേഷൻ വന്നത്. 21 മോഡലാണ്. ഓക്കെ, അംബിഷനിൽ അലോയിലൊക്കെ വരും. ക്യാമറ, ഡീഫോഗർ. ഇത് സീറ്റ് കവർ അഡീഷൻ ചെയ്താന്ന് തോന്നുന്നില്ല? സീറ്റ് കവർ അവർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു പ്രീവിയർ ലുക്ക് കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല പിന്നെ പവർ ഉണ്ടാവും, നല്ല പവർ ആയിരിക്കും. ടർബോ ആയതുകൊണ്ട് തന്നെ. പിന്നെ അത്യാവശ്യം മൈലേജ് കിട്ടും അല്ലേ? 15-16 മൈലേജ് കിട്ടും. 16 ഒന്നും പോണ്ട. കിട്ടും. സ്ട്രേറ്റ് റോഡാണ് പറയുന്നത്. സ്ട്രേറ്റ് റോഡ് 15-16 എന്തായാലും. ടൗണിലൊക്കെ ആണെങ്കിൽ 12-13 ആ റേഞ്ചിൽ നോക്കിയാൽ മതി. പിന്നെ വാറണ്ടി 2025 വരെ ഉണ്ടാവും. 25 വരെ വാറണ്ടിയാണ് വരാം. കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഇവിടെ മൊത്തത്തിൽ ഇതാ പൊടി പിടിച്ച് കിടക്കാണ്. ഒന്ന് പോളിഷ് ചെയ്യാനുള്ള ബാക്ക് സൈഡിലുള്ള എല്ലാ വാഹനത്തിലും പൊടി ഉണ്ടല്ലോ. എല്ലാം പോളിഷ് ചെയ്ത് വൃത്തിയാക്കാനുള്ള വണ്ടികളാണ്. ഓക്കെ, എന്തായാലും അങ്ങനെ തന്നെയല്ലേ കൊടുക്കും? പോളിഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഒക്കെ വൃത്തിയാക്കിയിട്ട് കൊടുക്കുള്ളൂ. ഈ കണ്ടീഷനിൽ എന്തായാലും കൊടുക്കില്ല. ഒക്കെ ഒന്ന് പോളിഷ് ചെയ്ത് എഞ്ചിൻ റൂമൊക്കെ. ഓട്ടം 60,000 കിലോമീറ്റർ ഓടി സെക്കൻഡ് ഓണർ. ഓക്കെ, ഓട്ടം പോയിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ കൊടുത്തതായിരുന്നു കസ്റ്റമർക്ക്. ഇപ്പം നമ്മൾ ബൈബാക്ക് ആയിട്ട് എടുത്തു, തിരിച്ച് വീണ്ടും വിൽക്കാം. അതാണ്. എത്ര കൊടുക്കാം? ഇതിപ്പോൾ നമ്മൾ ചോദിക്കുന്നത് 11,60,000. 11,60 2021 മോഡൽ 22 രജിസ്ട്രേഷൻ ആംബിയൻ കുഷാക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ. ലോണും മാക്സിമം കയറും. മാക്സിമം ലോൺ കയറില്ല. ചിലപ്പോൾ ഒരു ₹1 താഴെ കൊടുത്താൽ തന്നെ ലോൺ കയറും. ഹൈ പ്രൊഫൈൽ കേട്ടോ. അത് തന്നെ. ഒരു നോർമൽ ആണെങ്കിൽ 1.5 കൊടുത്താൽ ബാക്കി ലോൺ കയറും. അപ്പോൾ നമ്മുടെ ക്യാപ്സിലെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ഒരുപാട് സ്റ്റോക്ക് സെക്കൻഡ് എപ്പിസോഡായിട്ട് വരുന്നുണ്ട്. സെലാരി ഓട്ടോമാറ്റിക്, കിഗർ, ഇതൊക്കെ ഒരുപാട് വണ്ടികളുണ്ട്. ഒരുപാട് വണ്ടികൾ കാണിക്കാനുണ്ട്. സെക്കൻഡ് എപ്പിസോഡുമായിട്ട് നമുക്ക് വരാം. ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വരാം അല്ലേ? വണ്ടി കയറി സെക്കൻഡ് എപ്പിസോഡില്ല, അടുത്ത എപ്പിസോഡ്. പാർട്ട് 2. അത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യട്ടെ, ലൈക്ക് വരട്ടെ, കമൻസും അഭിപ്രായങ്ങളൊക്കെ തന്നെ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ഇവരുടെ കോൺടാക്ട് നമ്പർ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് എടുക്കുന്ന എല്ലാ വാഹനങ്ങൾക്കും നിങ്ങൾക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ടല്ലേ? ഇവരുടെ വാറണ്ടി ഉണ്ട്, ഷോറൂം വാറണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്തായാലും വന്നെടുക്കാം. ബാക്കി എന്താണ് മാക്സിമം നമ്മളിപ്പോൾ പറഞ്ഞ വിലയൊന്നും എന്തെങ്കിലും എല്ലാം അടുപ്പിച്ചിട്ട റേറ്റാണ്. എന്നിരുന്നാലും അതിനകത്ത് മാക്സിമം നമുക്ക് കുറച്ച് കൊടുക്കാം. നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. ഒരുപാട് എക്സ്പെക്ടേഷൻ ചെയ്യരുത്. കാരണം ഓൾറെഡി കുറച്ച് ഈ യൂട്യൂബിനായിട്ട് ടീം ടെക്കിനായിട്ട് ഇടുന്ന റേറ്റാണ്. ഓക്കെ, അത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക്സ്, ബൈ.